ഒരു കൊച്ചു മിടുക്കിനെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അസാൻ അലി കോഴിക്കോട് മടവൂർ സ്വദേശിയാണ്. 5 വയസ്സുകാരൻ, UKGയിലാണ് പഠിക്കുന്നത്. ഇന്ന് ഏതാ ദിവസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉൾപ്പെടെയുള്ള ചില ആളുകൾ മൊബൈൽ എടുത്തിട്ടായിരിക്കും തിങ്കളാണോ അല്ലെങ്കിൽ ഞായറാണെന്നൊക്കെ പെട്ടെന്ന് നോക്കി പറയുന്നത്. പക്ഷേ അസാൻ അലി അങ്ങനെയല്ല. നമ്മളൊരു മാസവും ഡേറ്റും പറഞ്ഞാൽ അത് ഏത് ആഴ്ചയാണെന്ന് കൃത്യമായിട്ട് പറയും. ഏതൊക്കെ വർഷം? ഈ വർഷം ഏതൊക്കെയാണ് പറയുന്നത് മോൻ? ഈ വർഷം അടുത്ത വർഷം പറയോ? 2025 പറയും, 26 പറയും. 3 വർഷത്തെ മാസവും ഡേറ്റും പറഞ്ഞാൽ ആഴ്ച കൃത്യമായിട്ട് പറയും അല്ലേ? അതെങ്ങനെ പഠിച്ചെന്നൊക്കെ നമുക്ക് പിന്നെ ചോദിക്കാം. ആദ്യം 2-3 ദിവസങ്ങളൊന്ന് ചോദിച്ചു നോക്കാം. ചോദിക്കട്ടെ, ഏത് വർഷം ചോദിക്കണം? ഈ വർഷം ചോദിക്കണോ അടുത്ത വർഷം ചോദിക്കണോ? 25 അടുത്ത വർഷത്തെ ചോദിക്കട്ടെ. എൻ്റെ കലണ്ടർ ഉണ്ട് കേട്ടോ, ഡയറിയിലുള്ള കലണ്ടർ ഉണ്ട്, അത് നോക്കി ചോദിക്കാം. 2025 ഏപ്രിൽ 1 ഏതാ ആഴ്ച വരുവാ? ട്യൂസ്ഡേ, ചൊവ്വാഴ്ച. കറക്റ്റ് കേട്ടോ, ചൊവ്വാഴ്ച. 2025 ജൂൺ 9 2025 ഏതാഴ്ച? മൺഡേ, തിങ്കളാഴ്ച. കറക്റ്റാണ്, സൂപ്പർ കേട്ടോ. ഈ വർഷത്തെ ചോദിക്കട്ടെ. കഴിഞ്ഞ പോയ മാസം ചോദിക്കണോ ഇനി വരാനിരിക്കുന്ന മാസം ചോദിക്കണോ? ഏതോണം ചോദിക്കാം അല്ലേ? അങ്ങനെയാണെങ്കിലേ 2024 ജനുവരി 1 ഏതായിരുന്നു ആഴ്ച? മൺഡേ, കറക്റ്റായിരുന്നു. ഡിസംബർ 2024 ഡിസംബർ 31 ട്യൂസ്ഡേ, ചൊവ്വാഴ്ച. അതും കറക്റ്റാട്ടോ, ചൊവ്വാഴ്ച കറക്റ്റാണ്. അടുത്ത മാസത്തെ ഒരു ഡേറ്റ് ചോദിക്കട്ടെ. 2024 ജൂലൈ 28 സൺഡേ, കറക്റ്റാണ്. 2026 ചോദിക്കട്ടെ. 2026 ജൂൺ 8 2026 ജൂൺ 8 2026 ജൂൺ 8 മൺഡേ, കറക്റ്റാ. ഇത് മാത്രമേ പറയുള്ളൂ, അത് വേറെ ഏതെങ്കിലും പറയോ? അതായത് നമ്മൾ ഒരു മാസവും ആ മാസത്തിൽ എത്ര സൺഡേ അല്ലെങ്കിൽ എത്ര ആഴ്ച ഉണ്ടെന്ന് വെച്ചാൽ കൃത്യമായിട്ട് പറയും. അങ്ങനെ പറയും? അതും പറയും. മോനത് പറയോ എന്ന് ചോദിക്കട്ടെ. ഈ മാസം അതായത് 2024 ഇതിപ്പോൾ ജൂൺ മാസമാണല്ലോ. ജൂൺ മാസം എത്ര സൺഡേ ഉണ്ട്, എത്ര ഞായറാഴ്ച ഉണ്ട്? ഏതൊക്കെ ഡേറ്റാണ് ഞായറാഴ്ച വരുന്നത്? 2 9 16 23 30 5 ഞായറാഴ്ച ഈ മാസം ഉണ്ട്. കറക്റ്റാണ്. സംശയമുള്ളവർക്ക് കലണ്ടർ എടുത്ത് നോക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ കലണ്ടർ ഉണ്ട്, അത് നോക്കിയാണ് ഞാൻ വെരിഫൈ ചെയ്യുന്നത്. ഇത്രയും പറഞ്ഞൊക്കെ കറക്റ്റാണ്, പക്കയാണ്. ഈ വർഷേ അല്ല അടുത്ത വർഷം വയ്ക്കുക. 2025 ജനുവരിയിൽ എത്ര ശനിയാഴ്ചകളുണ്ട്? അടുത്ത വർഷം ജനുവരിയിൽ എത്ര ശനിയാഴ്ചകളുണ്ട്? 4 11 18 25 കറക്റ്റാ. 4 ശനിയാഴ്ച ഉണ്ട് കേട്ടോ. ഒരാഴ്ച കൂടെ ചോദിക്കട്ടെ, എന്നിട്ട് നമുക്കിത് എങ്ങനെ പഠിച്ചതെന്ന് ചോദിക്കാം. ഈ വർഷം ശിശുദിനം എന്നാ? നവംബർ 14. ഈ വർഷം അതായത് 2024 നവംബർ 14 ശിശുദിനം ഏത് ആഴ്ചയാണ് വരുന്നത്? 2024 നവംബർ 14 ശിശുദിനം വരുന്നത് എന്നാ? തേഴ്സ്ഡേ, വ്യാഴാഴ്ചയാണ്. കറക്റ്റാണ്. മോന് ഇഷ്ടപ്പെട്ട മാസം ഉണ്ടോ? ഏതെങ്കിലും ബർത്ത്ഡേ ഉള്ള മാസമോ? ഇഷ്ടമുള്ള മാസം ഏതാ മോൻ്റെ? ജനുവരി 14 എന്താ ബർത്ത്ഡേ? ബർത്ത്ഡേ ആണല്ലേ. ബർത്ത്ഡേ കേക്ക് മുറിക്കാറുണ്ടോ? മുറിക്കും. അതിനാണെങ്കിലേ ജനുവരി 14 ഈ വർഷം 2024 ജനുവരി 14 ഏതായിരുന്നു ആഴ്ച? സൺഡേ, ഞായറാഴ്ച ആയതുകൊണ്ട് കൃത്യമായിട്ട് ഓർന്നിരുന്നല്ലേ? സ്കൂളുണ്ടായിരുന്നില്ല. കേക്ക് മുറിച്ച് LKG അല്ലായിരുന്നു അന്ന്? LKG ആയിരുന്നു. ഇങ്ങനെ കേട്ടോ. ഇതാണ് ഉപ്പ, അസാൻ്റെ ഉപ്പയാണ്. പേര് ഫിറോസ് അലി അല്ലേ? എന്താ ചെയ്യുന്നത്? ഉപ്പ എന്താ ചെയ്യുന്നത്? ഞാൻ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ക്യാമ്പസ് സ്കൂൾ ഓഫീസ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നു. സ്റ്റാഫാണ്. ഉമ്മ സഹല എന്താ ചെയ്യുന്നത്? ഉമ്മ അധ്യാപിക. രണ്ടുപേരും സ്കൂൾ ബാക്ക്ഗ്രൗണ്ടുള്ള ആളുകളാണ്. അധ്യാപികയാണ്, ഒരാൾ സ്കൂളിലെ സ്റ്റാഫാണ്. എങ്ങനെ മോനത് എങ്ങനെ പഠിച്ചെടുത്തത്? എങ്ങനെയാ പഠിച്ചതാണോ പഠിപ്പിച്ചതാണോ? ഇത്ര ചെറിയ പ്രായത്തിൽ പഠിപ്പിച്ചതല്ല. നമ്മള് എന്താ വെച്ചാല് ഈ മൊബൈലിൽ കളിക്കുന്ന ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കലണ്ടറിൽ മൊബൈലിൽ കളിക്കുവോ? കളിക്കോടാ ശരിയാ. മൊബൈലിൽ കളിക്കുന്ന ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ദിവസങ്ങൾ എഴുതിയിട്ട് എനിക്ക് ലീവുള്ള ഞായറാഴ്ചകളൊക്കെ എഴുതാൻ വേണ്ടി പറയാറുണ്ടായിരുന്നു. അങ്ങനെ ഓരോ മാസം ഇങ്ങനെ എഴുതി കൊടുക്കാറുണ്ട്. ഉപ്പയ്ക്ക് ലീവുള്ള ദിവസം നോക്കിയിരിക്കുവായിരുന്നോ? മൊബൈൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. മൊബൈൽ കിട്ടാനല്ലേ? അങ്ങനെ ഒഴിവുള്ള ദിവസങ്ങൾ എഴുതി ചോപ്പ് പെന്നോണ്ട് എഴുതി അടയാളപ്പെടുത്താറുണ്ടായിരുന്നു. അങ്ങനെ എഴുതിയപ്പോൾ കലണ്ടറിനോട് ഒരു താല്പര്യം തുടങ്ങി. പിന്നെ ഇവിടെ നമ്മുടെ ചുമരിൽ വെക്കുന്ന കലണ്ടറുകളൊക്കെ എടുത്തിട്ട് അതിന് ഞാൻ കുറച്ച് വഴക്കും അറിയാറുണ്ട്. എഴുതി വെക്കുന്ന കലണ്ടറുകളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ എഴുതി പഠിച്ചാൽ അല്ല കലണ്ടറിൽ ഡേറ്റ് പഠിച്ച് അങ്ങനെ താല്പര്യം തോന്നിയപ്പോൾ ഈ വെക്കേഷൻ സമയത്താണ്, ഈ 2024 വെക്കേഷൻ സമയത്താണ് നമ്മൾ ഇത് കണ്ടെത്തിയത്. ഈ വെക്കേഷൻ 2-3 മാസമായിട്ടാണ്. അന്നപ്പോൾ എന്നോട് 24 ചോദിച്ചപ്പോൾ ഓക്കെയാണ്. അപ്പോൾ 25 ചോദിച്ചു. അപ്പോൾ 26 ചോദിച്ചപ്പോൾ ഓക്കെയാണ്.
അതെങ്ങനെയാണ് മോൻ എന്തെങ്കിലും കണക്ക് വെച്ച് കൂട്ടുന്നതാണോ അല്ലെങ്കിൽ ബൈഹാർട്ടായിട്ട് മനസ്സിൽ നിന്ന് എടുത്ത് പറയുന്നതാണോ? എങ്ങനെയാണ് പറയുന്നത് മോനെ? അതിൻ്റെ സീക്രട്ട് പറഞ്ഞുതരാമോ? സീക്രട്ടാണ്. സീക്രട്ടാ? നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എങ്ങനെയാന്ന്? അല്ല അത് രണ്ട് ബൈഹാർട്ടാണ് ഇത്രയും ഈ 365 ദിവസം, ഒരു വർഷമല്ലല്ലോ 3 വർഷം പഠിക്കുന്നുണ്ടല്ലോ. അല്ല ബൈഹാർട്ടും പിന്നെ മാത്സിനോട് ആദ്യം താല്പര്യം, താല്പര്യമുണ്ട്. കണക്കിനോട് താല്പര്യമുണ്ട്, ആൽഫബറ്റിക് ഇതിനോടൊക്കെ ഭയങ്കര താല്പര്യമാണ്. കുറേ പഠിക്കുമോ ഇനി? എല്ലാ വർഷവും പഠിക്കുമോ? എല്ലാ മാസവും പഠിക്കുമോ അതുപോലെ? ഇനി പഠിക്കുമോ? മിടുക്കനാവും? 2030 40 ചോദിച്ചാൽ ഇതുപോലെ പറയാൻ പറ്റും? പഠിക്കും അല്ലേ? നല്ല കോൺഫിഡൻസ് ആൾക്ക്. ഇത് കണ്ടിട്ട് ആളുകൾ എന്താ പറയുന്നത്? സ്കൂളിലൊക്കെ ടീച്ചേഴ്സൊക്കെ എന്താ പറയുന്നത്? സ്കൂളിൽ ഇവനിപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു ഫംഗ്ഷന് പോയാലും എല്ലാവരും മൊബൈൽ നോക്കിയിട്ട് ഡേറ്റ് ചോദിക്കും. ചിലപ്പോൾ ഗിഫ്റ്റ് കിട്ടാറുണ്ട്. അമ്പടാ, ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് ആണല്ലേ? അമ്പ, അത് അടിപൊളി. എന്താ ടീച്ചർ എന്താ പറഞ്ഞത്? ക്ലാസ്സിൽ സ്റ്റാറായി? അല്ല കഴിഞ്ഞ വർഷം LKG പഠിക്കുന്ന സമയത്ത് ആരും കണ്ടെത്തില്ല. അപ്പോൾ ഈ വെക്കേഷൻ സമയത്ത് എല്ലാവർക്കും ഒരു അത്ഭുതം, നമ്മളോടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന്. പക്ഷെ നമ്മളും ഈ വെക്കേഷൻ സമയത്താണ് ഇത് അറിഞ്ഞത്. അവധിക്കാലാണ് കുട്ടികളുടെ കഴിവുകൾ പുറത്തു വരുന്ന മാസം. കോവിഡ് കാലത്ത് ഇതുപോലെ കുറേ കഴിവുകൾ ആളുകൾ പുറത്ത് കണ്ടുപിടിച്ചിരുന്നു. 2 മാസം അവധിക്കാലത്ത് അങ്ങനെ പുതിയൊരു കഴിവ് കണ്ടുപിടിച്ചല്ലേ? ഏതായാലും കൊച്ചു മിടുക്കനാണ്. ഇപ്പോൾ ഈ വർഷത്തെയും 2024, 25, 26 ഡേറ്റുകളും അതേത് ആഴ്ച എന്നാണ് പറയുന്നത്. പക്ഷേ ഇതേ പാറ്റേൺ വെച്ച് ഇനി എത്ര വർഷം വേണം മുന്നോട്ടും പറയാൻ പുറകോട്ടും പറയാൻ പറ്റും. ഏതായാലും 5 വയസ്സുകാരനാണ്. എനിക്കതെല്ലാം കഴിയില്ല, നമ്മുടെ ഭൂരിഭാഗം ആളുകൾക്ക് ഇതുപോലെ പറയാൻ കഴിയില്ല. പക്ഷേ അതിൻ്റെ ടെക്നിക്ക് ഈ 5 വയസ്സുകാരൻ കൃത്യമായിട്ട് പഠിച്ചെടുത്തിട്ടുണ്ട്. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനത് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല. അതെല്ലാം നന്നായിട്ട് പഠിക്കട്ടെ. ഇനിയും കൂടുതൽ ഇതുപോലെയുള്ള വെറൈറ്റി കഴിവുകളൊക്കെ തന്നെ കണ്ടെത്താൻ വേണ്ടി കഴിയട്ടെ. അവധിക്കാലത്താണ് ഇത്തരൊരു കഴിവ് ഈ പേരൻസും കണ്ടെത്തിയത്. കോഴിക്കോട് നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് ജിബേഷിനൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്, ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്.